ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ട്രെയിലർ ഇല്ലാതെ എങ്ങോട്ടാണ്. വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിലോട്ട് പോവാം. ഞാൻ രാവിലെ തന്നെ വണ്ടിയുടെ അടുത്തെത്തി. വർക്ക്ഷോപ്പിലോട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ട്രെയിലറെ ഡിസ്കണക്ട് ചെയ്ത് കൊണ്ടുവരാനാണ്. അപ്പം നമുക്ക് എങ്ങനെ ട്രെയിലർ ഡിസ്കണക്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ നമുക്ക് ട്രെയിലറിൻ്റെ ജാക്കി ഇതാക്കണം. ഇതാണ് ട്രെയിലർ ജാക്കി. ഇത് നമ്മൾ ആ ലിവറിൽ നമ്മൾ റൈറ്റിലോട്ടിട്ട് കറക്കണം. കുറേ കഴിയുമ്പം നമുക്ക് പയ്യെ ജാക്കി ഇറങ്ങി വരുന്ന കാണാം. ഇത് കറക്റ്റ് ഒരു ലെവലിലിട്ടിട്ട് നമ്മൾ രണ്ട് ജാക്കിയും ഒരുമിച്ച് നിലത്ത് മുട്ടുന്ന രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യണം. അങ്ങനെ കുറേ കഴിയുമ്പോൾ ജാക്കി ലോഡാകുമ്പം ലിവർ ടൈറ്റ് ആവും. പിന്നെ ആ ലോക്ക് പുറത്തോട്ട് വെച്ചിട്ട് വീണ്ടും നമ്മൾ കറക്കുക. ഈ ഒരു ലെവൽ വരെ, അതായത് നമുക്കൊരു വിരൽ കയറുന്ന ലെവൽ വരെ തെർമോപ്ലേറ്റും അതുമായിട്ട് ഗ്യാപ്പ് വേണം. പിന്നെ അതിനുശേഷം ആ കാണുന്ന ഒരു ചെറിയ ലോക്ക് ഉണ്ടല്ലോ, ആ ലോക്ക് നമുക്ക് മുകളിലോട്ട് പൊക്കിയിട്ട് ആ ലിവറിൽ പിടിച്ച് വലിച്ച് നമുക്ക് പുറത്തോട്ട് ലോക്ക് ചെയ്ത് വെക്കണം. സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് വലിച്ചാൽ വരും ആ ലോക്ക് പൊക്കിയിട്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് എയർ പൈപ്പ് അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനൊക്കെ നമുക്ക് ഊരി കുത്താം. ഞാൻ ആദ്യമേ ചെയ്യുന്നത് ഇലക്ട്രിക്കിൻ്റെ ലൈനാണ്. അത് നമുക്ക് ഈ എയർ പൈപ്പ് ഊരിയാലും ഇലക്ട്രിക് ലൈൻ ഊരിയാലും നമ്മൾ സേഫ്റ്റി ആയിട്ട് അതിൻ്റേതായ ലോക്കിൽ നമ്മൾ കൊണ്ടുവയ്ക്കണം. എയർ പൈപ്പൊക്കെ ഡാമേജ് ആകാൻ കാരണമാകും, അത് കാരണമാണ്. അങ്ങനെ നമ്മൾ ട്രെയിലറും ട്രക്കും തമ്മിൽ ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ടാണ് പോകുന്നത്. എന്നോട് എൻ്റെ കമ്പനി പറഞ്ഞത് ഈ വർക്ക്ഷോപ്പിൽ കയറ്റാനാണ്. ഞങ്ങൾ 2-3 സ്ഥലത്തൊക്കെ പണിയുന്നുണ്ട്. അത് കമ്പനി പറയുന്ന സ്ഥലത്തെ നമുക്ക് പണിയിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ടയർ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മുടെ വണ്ടി. ബായിയാണ് വണ്ടി പണിയുന്നത്. അപ്പം ബായിയുടെ അടുത്ത് നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ യൂക്ലാമിൻ്റെ അടിയിൽ വരുന്ന വാഷർ കാര്യങ്ങളൊക്കെ ലൂസാണ്. പിന്നെ ഇതൊക്കെ ഡേഞ്ചറാണ് നമ്മളിട്ട് ഓടുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തോണം. പിന്നെ നമ്മൾ പ്ലേറ്റ് സെറ്റ് കണ്ടോ, അത് ലൂസാണ്. അപ്പോൾ സെൻട്രൽ ബോൾട്ട് എന്തായാലും ഓവലായിട്ടുണ്ട്. അങ്ങനെ ബായി ചേസിൽ നമുക്ക് ജാക്കി വെക്കുവാണ്. ചേസി ജാക്കി വെച്ചതിന് ശേഷമേ പണി നടക്കത്തുള്ളൂ. അങ്ങനെ ഹൗസിങ് വരണം. ടയർ ഊരിയെങ്കിൽ മാത്രമേ ലീഫിൻ്റെ പണി നടക്കത്തുള്ളൂ. ബോൾട്ടൊക്കെ അവർ ഊരി തുടങ്ങി. ചിലത് കൈക്കഴിക്കും, ചിലത് മെഷീൻ അയക്കും. അങ്ങനെ മെഷീൻ അയച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ആ മെഷീൻ്റെ അറ്റത്ത് ആ ബോൾട്ട് ഊരുന്ന സാധനം ഓവലായിപ്പോയി. നേരത്തെ ഓവലായി ഇരുന്നതാണ്. അപ്പം ബായി ആണെങ്കിൽ അതിൻ്റെ അകത്ത് ബോൾട്ട് ഇട്ടിട്ട് പുറത്തുനിന്ന് നല്ലതുപോലെ ഹീറ്റ് ചെയ്തപ്പോൾ 2 അടി കൊടുത്തപ്പോഴത്തേനും ബോൾട്ട് ഊരുന്നത് കറക്റ്റായി. അങ്ങനെ ബാക്കിയുള്ളതും മെഷീൻ അയച്ചിട്ട് അവർ പണി തുടങ്ങി. ഞാൻ ആദ്യം കാണിച്ചില്ലേ യൂക്ലാമ്പ്, ആ സാധനമാണ് ഇപ്പം തട്ടി ഊരുന്നത്. അത് ഊരിക്കഴിഞ്ഞാൽ മാത്രമേ പ്ലേറ്റ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. പുറത്തോട്ട് പ്ലേറ്റ് തള്ളി പ്ലേറ്റൊക്കെ ഊരി മാറ്റി സെൻട്രൽ ബോൾട്ട് നോക്കിയപ്പോഴത്തേനും സെൻട്രൽ ബോൾട്ട് ഈ കൊലം ഫുൾ ഓവൽ. നമുക്കിടാനുള്ള പുതിയ സെൻട്രൽ ബോൾട്ട് ഇതാണ് കേട്ടോ. അങ്ങനെ പുതിയ സെൻട്രൽ ബോൾട്ടൊക്കെ പുള്ളി അടിയിൽ കൂടെ അടിച്ച് കയറ്റി അത് കറക്റ്റ് ലീഫോ അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് മുറുക്കാൻ തുടങ്ങി. അങ്ങനെ അത് ടൈറ്റ് ചെയ്യുക. നല്ല ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് പഴയ പോലെ തന്നെ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കണം. അതൊരു ബെഡിൻ്റെ മുകളിലായിരിക്കുന്നത്. അത് കറക്റ്റ് അതിൻ്റെ മുകളിൽ സീറ്റിംഗ് ആയാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെ അത് സീറ്റിംഗ് ആയി കേട്ടോ. അതിനുശേഷം അവർ നെറ്റ് ബോൾട്ടൊക്കെ ഇട്ട് വീണ്ടും മുറുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സൈഡിലത്തെ പണി ഏകദേശം കഴിയാറായി. മിഷൻ ടൈറ്റാണ് ചെയ്യുന്നത്. മിഷൻ ടൈറ്റ് ചെയ്താൽ നമ്മൾ നിർബന്ധമായിട്ടും കൈ കൊണ്ട് നമ്മൾ വലിച്ച് മുറുക്കിപ്പിക്കണം. കാരണം മിഷൻ എയറില്ലെങ്കിൽ ചിലപ്പോൾ ലൂസായി പോകും. കൈ കൊണ്ട് ചെയ്താലാണ് സേഫ്റ്റി. ഈ സൈഡിലെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി. അപ്പം അടുത്ത സൈഡ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചെയ്യാമെന്നാണ് പറഞ്ഞത്. നോക്കി നിന്ന് സമയം പോയത് ഞാനും അറിഞ്ഞില്ല. എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു. കൂടത്തുണ്ടായിരുന്ന 2 ഭായിമാർ കഴിക്കാനും പോയി. പിന്നെ തൊട്ടപ്പുറത്തൊരു വണ്ടി കിടപ്പുണ്ട് വെൽഡിങ്ങിന് വേണ്ടി. അത് ചെറിയൊരു പണിയേ ഉള്ളൂ. തൊട്ടടുത്ത കടയിൽ പോയി ഊണും ഒരു അയല വറുത്തതും തിന്നിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു. തിരിച്ചു പോന്നപ്പോഴത്തേനും പണിയാണെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഈ സൈഡിലെ ലീഫ് കാര്യങ്ങളെല്ലാം ഊരിയെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് യു പോലെ ഇരിക്കുന്ന യൂക്ലാമ്പ്. അപ്പം ഇത് ഈ സൈഡിലത്തെ സെൻട്രൽ ബോൾട്ട് കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ യൂക്ലാമ്പ് അത് തന്നെ ഇട്ട് സെറ്റ് ചെയ്തു. അങ്ങനെ ഈ സൈഡിലെയും വർക്ക് ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞു. അവൻ ടയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടയറെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ബില്ല് കാര്യങ്ങളെല്ലാം ക്രെഡിറ്റാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് നമ്മളെ ട്രെയിലർ കിടക്കുന്ന പാർക്കിങ്ങിലോട്ടാണ്. നമ്മൾ ട്രെയിലർ ട്രക്കും കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റിവേഴ്സ് കയറ്റുമ്പം ആ ലോക്കിൻ്റെ അകത്ത് കറക്റ്റ് വീഴണം. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇറങ്ങി നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ കയറ്റിയാൽ മതി. ലോക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഈ ലോക്ക് കറക്റ്റ് വീണോ എന്ന് നമ്മൾ നോക്കണം. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നേരെ നമ്മൾ എയർ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്യണം. എയർ പൈപ്പ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 2 എയർ പൈപ്പ് ഊരിയത് അതേ പൊസിഷനിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യണം. പിന്നെ ഇലക്ട്രിക് ലൈന് അത് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്യുമ്പോഴത്തേന് നമ്മൾ എയർ പോകുന്നുണ്ടോ ലീക്കുണ്ടോ എന്ന് നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്യണം. ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. 2 എയർ പൈപ്പ് അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈന്. അതിനുശേഷം നമ്മൾ നേരെ ട്രെയിലറിൻ്റെ ജാക്കി നമുക്ക് പൊക്കണം. ജാക്കി പൊക്കുമ്പോൾ നമ്മൾ ഏത് സൈഡിലോട്ടാണോ നമ്മൾ ജാക്കി ലിവർ കറക്കിയത് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കറക്കുമ്പം ജാക്കി പൊങ്ങും.
അങ്ങനെ ജാക്കി പൊക്കിയതിന് ശേഷം നിർബന്ധമായിട്ടും നമ്മൾ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഫോർവേഡും റിവേഴ്സും കൺഫേം ആയിട്ട് എടുക്കണം. കാരണം ലോക്ക് വീണിട്ടുണ്ടോ, അതുപോലെ തന്നെ നമുക്ക് എയർ പൈപ്പ് കറക്റ്റാണോ, ബ്രേക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. താങ്ക്